നിങ്ങൾക്കറിയാം ഫ്ലവേഴ്സ് ഇപ്പോൾ 11ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഫ്ലവേഴ്സിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെ ആയിരുന്നു. അവരുമായി ആശാ ഭോസ്ലെ എന്ന മഹാഗായികയുമായി കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനും അവരുടെ പുണ്യം ചെയ്ത കൈകൾ കൊണ്ട് ഇത്തരമൊരു ടെലിവിഷൻ നെറ്റ്വർക്കിന് ഉദ്ഘാടനം നടത്തുവാൻ നമുക്ക് കഴിഞ്ഞത് തന്നെ നമ്മുടെ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. വളരെ ആശാ ഭോസ്ലെ ഒരു സാധാരണക്കാരിയെ പോലെയായിരുന്നു വേദിയിലും സദസ്സിലുമൊക്കെ പെരുമാറിയത്. വളരെ നേരത്തെ തന്നെ എത്തി. മാത്രമല്ല നമ്മളോട് വളരെ ഒരുപാട് കാലത്തെ ബന്ധമുള്ള ഒരു ഗായികയെ പോലെയാണ് പെരുമാറിയത്. അതൊക്കെ നമ്മളിപ്പോഴും വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുമ്പോൾ ഇതേ ഗായിക ഇപ്പോൾ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. സങ്കടകരമായൊരു വാർത്ത തന്നെയാണ്. എത്രയും വേഗം അവർ തിരിച്ചു വരട്ടെ. ICUവിലാണ് നമുക്ക് മനസ്സിലായി. നെഞ്ചിലെ അണുബാധയും കടുത്ത തളർച്ചയും കാരണമാണ് ഇന്നലെ ആശാ ഭോസ്ലെ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. എസ് കെ വെരി ഗുഡ് മോർണിംഗ്. ഫ്ലവേഴ്സ് കുടുംബവുമായും അടുത്ത ഒരു ബന്ധമുള്ളയാളാണ് ആശാ ഭോസ്ലെ. 8 പതിറ്റാണ്ട് കാലമായി ഇന്ത്യൻ സംഗീതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഗായിക. 92 വയസ്സാണ് ആശാ ഭോസ്ലെക്ക് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൾമണറി ഇഷ്യൂസ്, ശ്വസന സംബന്ധിയായ ചില പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം അവരെ ആശുപത്രിയിൽ, അവരുടെ വസതിക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ബ്രീച്ച് കാൻഡി, സൗത്ത് മുംബൈയിലെ ആശുപത്രിയാണ്, ബ്രീച്ച് കാൻഡി ആശുപത്രിയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നു. ICUവിലേക്ക് അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ വാർത്താ ഏജൻസികൾ നൽകിയ വിവരം അവർക്ക് ഹൃദയാഘാതം ഉണ്ടായി എന്നതായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി വൈകിയും അവരുടെ കൊച്ചുമകൾ, ആശാ ഭോസ്ലെയുടെ കൊച്ചുമകൾ, സമൂഹ മാധ്യമങ്ങളിൽ എക്സിൽ ഒരു പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട്, കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് എന്ന് എഴുതിയിരുന്നു. അതിലാണ് കടുത്ത തളർച്ച, ഒപ്പം തന്നെ നെഞ്ചിൽ കടുത്ത അണുബാധ, ഈ 2 സാഹചര്യങ്ങളിലാണ് ആശാ ഭോസ്ലെയെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നത് എന്നതാണ് കുടുംബം പറയുന്നത്. ഏതായാലും ഇപ്പോൾ വിദഗ്ധരായ ഒരു ഡോക്ടർമാരുടെ സംഘം ആശാ ഭോസ്ലെയുടെ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ICUവിൽ തന്നെയാണ്. ഒരല്പം ഗുരുതരാവസ്ഥയിലായിരുന്നു ഇന്നലെ എന്നതാണ് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞത്. ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതുവരെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടില്ല. നേരത്തെ ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെയുടെ സഹോദരി ലതാ മങ്കേഷ്കറും ചികിത്സ തേടിയിരുന്നത് ഇതേ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലാണ്. എത്രയും വേഗം ആശാ ഭോസ്ലെ രോഗഭേദയായി തിരികെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. SK. ഓക്കെ ശ്രീനാഥ് ചന്ദ്രൻ, ആശാ ഭോസ്ലെ എത്രയും വേഗം സുഖപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. നമുക്ക് വേരുകൾ മറക്കാത്തവരാണ് നമ്മൾ. കാരണം അത്രയും കൂടുതൽ നമ്മളെന്ന ഉദ്ഘാടന ദിവസം ഒരുപാട് ടെൻഷൻസിൻ്റെ നടുവിലാണ് ഫ്ലവേഴ്സ് പിറവി കൊണ്ടതെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഉദ്ഘാടനം നടന്നത്. മമ്മൂട്ടി, ശ്രീനിവാസൻ, ലാൽ തുടങ്ങി നിരവധി ആളുകളുടെ സാന്നിധ്യത്തിൽ ആശാ ഭോസ്ലെ മഹാഗായിക അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇത്ര വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് നേരെ. ഒരുപക്ഷെ അവരുടെ കൈകളുടെ സംശുദ്ധി കൂടിയായിരിക്കാം ഇത്തരമൊരു വിജയം ഫ്ലവേഴ്സിന് കിട്ടിയതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.